മുത്തശ്ശി കഥ. കഥ എഴുതിയത് പ്രീത പി നായർ. അമേരിക്കയിൽ നിന്നും ഉപരിപഠനം കഴിഞ്ഞ് തറവാട്ടിലെ തിരുമുറ്റത്ത് വന്നെത്തിയപ്പോൾ ചാരിതാർത്ഥ്യത്തോടെ പ്രൗഢഗംഭീരമായ ബഹുനില മാളികയിലേക്ക് തലയുയർത്തിയൊന്നു നോക്കി. പരമ്പരാഗതമായി പപ്പയ്ക്ക് ലഭിച്ച പഴയ തറവാടിനെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തന്നെ എതിരേൽക്കാൻ വന്ന കൂട്ടത്തിൽ പപ്പയുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, പിന്നെ ബന്ധുക്കളും അയൽവാസികളും പൂമുഖത്ത് നിറഞ്ഞിരുന്നു. കൂടാതെ സദ്യവട്ടങ്ങളുടെ കോലാഹലം മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. പപ്പയും മമ്മിയും അനുജനും നിറഞ്ഞ ചിരിയുമായി ഓടി വന്ന് ആലിംഗനം ചെയ്യുമ്പോൾ ചുറ്റും നോക്കി. മുത്തശ്ശി എവിടെ? ഒരു പക്ഷേ ആൾക്കൂട്ടത്തിൽ കയറി വരാനാവാത്തതാവാം, വാർദ്ധക്യത്തിൻ്റെ അവശതയാകാം. അമ്മ പറഞ്ഞിരുന്നു മുത്തശ്ശിക്ക് ഈയിടെയായി വാദത്തിൻ്റെ അസുഖം കൂടുതലാണെന്ന്. ദിനരാത്രങ്ങളുടെ പൊരുത്തക്കേടിനാൽ ഇക്കാലയളവിൽ 2-3 തവണ മാത്രമേ മുത്തശ്ശിയോട് ഫോണിൽ സംസാരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. തന്നെ കാണാനും അഭിനന്ദിക്കാനും കാത്തിരിക്കുന്നവരെ മുഷിപ്പിക്കാതെ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് വേണം മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് സ്വസ്ഥമായി കൊച്ചു വർത്തമാനങ്ങൾ പറയാൻ. മുത്തശ്ശിയുടെ സംസാരത്തിന് ഒരു പ്രത്യേക ഈണവും താളവുമുണ്ട്. ശരീരത്തിന് പ്രത്യേക കുഴമ്പിൻ്റെ നല്ല മണവും. ഹസ്തദാനങ്ങളുടെ പ്രവാഹം ഒന്ന് നിലച്ചപ്പോൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നീങ്ങവേ മമ്മിയുടെ സ്വരമുയർന്നു. നീ എവിടേക്കാ? നിമിഷയുടെ ഡാഡിയും മമ്മിയും നിന്നെ അന്വേഷിക്കുക. നിമിഷ തൻ്റെ ഭാവി വധു, മെഡിസിന് അവസാന വർഷം പഠിക്കുന്നു. പണത്തിനും പ്രൗഢിക്കും തുല്യത കൽപ്പിച്ച് പപ്പയും മമ്മിയും കണ്ടെത്തിയ ബന്ധം. എങ്കിലും നിമിഷയെ ഇഷ്ടപ്പെടാതിരിക്കാനായില്ല. ശാലീന സുന്ദരി, കുലമഹിമയോ പണത്തിൻ്റെ ഹുങ്കോ ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത പെൺകുട്ടി. എന്നാൽ നിമിഷയുടെ ഡാഡിക്ക് ലോകത്തുള്ള സകല വ്യാപാരങ്ങളും കൈകാര്യം ചെയ്യുന്ന കെട്ടിലും മട്ടിലും കോടികളുടെ ആസ്തി കൊണ്ട് അമ്മാനമാടുന്ന ഭാവം. മമ്മിയും ഒട്ടും പുറകോട്ടല്ല. ഭാവി മരുമകനെ ആശ്ലേഷിച്ചും അമേരിക്കൻ വിശേഷങ്ങൾ തിരക്കിയും ഔപചാരികത വീർപ്പുമുട്ടലായി മാറിയപ്പോൾ മെല്ലെ തലയൂരി. വീണ്ടും മുത്തശ്ശിയുടെ മുറി ലക്ഷ്യമിട്ടു. ഇനിയൊരു സൗന്ദര്യപ്പിണക്കം മുത്തശ്ശിയിൽ നിന്നും പ്രതീക്ഷിക്കാം. നീ വന്നിട്ട് ഇത്രയും നേരമായല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ? പരിഭവിക്കുന്ന മുത്തശ്ശിയെ വാരിപ്പുണർന്ന് നെറ്റിയിൽ മുത്തമിടണം. പച്ചക്കിളിയുടെയും അണ്ണാരക്കണ്ണൻ്റെയും കഥ കേട്ട് മുത്തശ്ശിയുടെ മടിയിൽ ഇത്തിരി നേരം തല ചായ്ച്ച് ആ പഴയ ബാലനാകണം. എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്, ഡിന്നർ റെഡിയായി, വാ വന്നിരിക്കെ. മമ്മിയുടെ കൽപ്പന. ഒന്ന് സ്വന്തം മുറിയിലേക്ക് പോലും എത്തി നോക്കാനാകാതെ അസഹ്യമായി തോന്നിയ ഈ വിരുന്നു സൽക്കാരത്തെ മനസ്സാ ശപിച്ചുപോയി. എങ്കിലും മമ്മിയെ കുറ്റപ്പെടുത്താനാവില്ല. 3 മണിക്കൂർ വൈകിയെത്തിയ ഫ്ലൈറ്റും റോഡിലെ ഗതാഗത കുരുക്കും കാരണം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആവോളം മുഷിഞ്ഞിരിക്കുകയാണ്. സ്വന്തം നാട്ടിലെ ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ ഒരു വിലയുമില്ലാതെ അമേരിക്കയിൽ ചെന്ന് പഠിച്ചാലേ നിലയും വിലയും ഉണ്ടാകൂ എന്ന മാതാപിതാക്കളുടെ ദുരഭിമാനത്തെ ശിരസാ വഹിച്ചു. പക്ഷേ അമേരിക്കയുടെ കിരീടം ചൂടി ജന്മനാട്ടിലെത്തിയപ്പോൾ ഇത്രയും ഘോഷങ്ങൾ വേണ്ടായിരുന്നു. വിരുന്ന് സൽക്കാരങ്ങളുടെ കോലാഹലം ശമിച്ചപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ കടന്നു. മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന എണ്ണയുടെ വാസനയ്ക്കായി ആഞ്ഞ് ഉച്ഛ്വസിച്ചു. പക്ഷേ മുറിക്കകം ശൂന്യമായിരുന്നു. മുത്തശ്ശി എവിടെ മമ്മി എന്നലറിക്കൊണ്ട് പുറത്തിറങ്ങിയ തന്നെ കണ്ട് പപ്പ ഒരു നിമിഷം പതറി. അത് പിന്നെ അമ്മ ഇപ്പോൾ വേലായുധൻ്റെ കൂടെയാണ്. അവൻ്റെ കൂടെ താമസിക്കാൻ അമ്മ ആഗ്രഹം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് തടുക്കാനാകില്ലല്ലോ, അവൻ്റെയും കൂടി അമ്മയല്ലേ. പപ്പയുടെ ഇളയ അനുജനാണ് വേലായുധൻ ചെറിയച്ഛൻ. കുടുംബത്തിലെ ഒരു ചടങ്ങിനും ചെറിയച്ഛനെ കാണാറില്ല. വലിയ തിരക്കുള്ള ആളാണത്രേ.
മുത്തശ്ശിക്ക് തന്നെയും തനിക്ക് മുത്തശ്ശിയെയും ഒരുപാട് ഇഷ്ടമാണ്. ഈ ബഹളങ്ങളൊന്ന് ശമിച്ചതിനു ശേഷം ചെറിയച്ഛൻ്റെ നാട് വരെ പോയി മുത്തശ്ശിയെ തിരികെ കൊണ്ടുപോരാനുള്ള തീരുമാനം മനസ്സിൽ സൂക്ഷിച്ചു. ദിവസങ്ങൾ കടന്നതറിഞ്ഞില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ പിറന്നാളിന് ഒരു കൊച്ചു സമ്മാനവുമായി അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ നിശബ്ദ അന്തരീക്ഷം കണ്ട് അതിശയിച്ചു. എന്താടാ, ബർത്ത്ഡേക്ക് ആരെയും കാണാനില്ലല്ലോ? സമ്മാനം അവനെ ഏൽപ്പിച്ചപ്പോൾ വല്ലാത്ത ആശങ്ക തോന്നി. ഓ, ആരെയും വിളിച്ചില്ല, പക്ഷേ പലരും വിഷ് ചെയ്തു. നിന്റെ വരവും സമ്മാനവും സർപ്രൈസ് ആയടാ. പിന്നെ എന്തിനാണ് കൊട്ടും കുരവയും ആഘോഷവും? കൂട്ടുകാരൻ വാചാലനായി. ഇതിനൊക്കെ ചെലവഴിക്കുന്ന കാശ് വല്ല അനാഥാലയത്തിനോ ജീവകാരുണ്യത്തിനോ വേണ്ടി ചെലവാക്കുന്നതല്ലേ നല്ലത്? അതിലും വലിയ പുണ്യമുണ്ടോ? തീർച്ചയായും. കൂട്ടുകാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ ഓർത്തുപോയി. അമേരിക്കയിൽ നിന്ന് യോഗ്യതാപത്രവുമായി തിരിച്ചെത്തിയ ദിവസം ലക്ഷങ്ങൾ വാരി വിതറി പപ്പ നടത്തിയ വിരുന്ന് സൽക്കാരത്തെ ഓർത്ത് ആത്മനിന്ദ തോന്നി. ദുരഭിമാനം കാത്തു സൂക്ഷിക്കാൻ അന്ന് വലിച്ചെറിഞ്ഞ കറൻസികൾ എത്രയാണാവോ. എടോ വാ, നീ എന്തായാലും വന്നില്ലേ, നമുക്കൊരിടം വരെ പോകാം. കൂട്ടുകാരൻ്റെ ശബ്ദം വിചാരങ്ങളെ അടക്കി. അല്പം അകലെയുള്ള വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം കൂട്ടുകാരൻ്റെ പിറന്നാൾ സദ്യ ആസ്വദിച്ചുണ്ടു. തിരികെ പോരാൻ നേരം അനാഥരായ അന്തേവാസികളെ ഒരിക്കൽ കൂടി നോക്കി വിങ്ങലടക്കി. മോനെ, പിന്നിൽ നിന്ന് ആരോ വിളിച്ചതുപോലെ. അനേകം വൃദ്ധരെ കണ്ടപ്പോൾ മുത്തശ്ശിയെ ഓർത്തുപോയതാണോ? എങ്കിലും വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. മോനെ കുട്ടാ. പരിചിത സ്വരം. കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സ്വന്തം മുത്തശ്ശി. 1000 ചോദ്യങ്ങൾ. ഗദ്ഗദത്താൽ വാക്കുകൾ പുറത്തു വന്നില്ല. ചെറിയച്ഛൻ ഇത്രയും നീചനായിരുന്നോ? മുത്തശ്ശിയെ ഒരു അനാഥയെ പോലെ ഇവിടേക്ക് തള്ളിയിടാനായിരുന്നോ മാന്യത നടിച്ച് കൂട്ടിക്കൊണ്ടുപോയത്? മുത്തശ്ശിയുടെ ചാരത്തെത്തിയതും ഒരു നീണ്ട തേങ്ങലുയർന്നു. വാ മുത്തശ്ശി, നമുക്ക് പോകാം. മുത്തശ്ശിയെ ചേർത്തണച്ച തൻ്റെ കരങ്ങൾ മുത്തശ്ശിയുടെ ശോഷിച്ച കൈകൾ കൊണ്ട് അടർത്തി മാറ്റി. വേണ്ട മോനെ, മോൻ്റെ പപ്പ എനിക്കായി കണ്ടെത്തിയ സുരക്ഷിതാലയമാണിത്. എനിക്കിവിടം സുഖമാണ്. ഈ മുത്തശ്ശിയുടെ കുട്ടിക്കഥകൾ കേൾക്കാൻ ഇനി കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാൽ മതി. നീരൊലിച്ചിറങ്ങി വറ്റിയ ചുളിഞ്ഞ കൺതടങ്ങളിൽ ഒട്ടിയ കവിളുകളിൽ ഉമ്മകൾ കൊണ്ട് പൊതിയുമ്പോൾ മനസ്സിൽ 1000 അനന്തന്മാർ ആഞ്ഞു കൊത്തുന്നുണ്ടായിരുന്നു. പ്രീത പി നായർ, കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ജനനം. വിദ്യാഭ്യാസ കാലത്ത് കഥാരചന, പ്രസംഗം, മോണോ ആക്ട് എന്നീ മത്സരങ്ങളിൽ ജേതാവായിരുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ ബാലലോകത്തിലാണ് ആദ്യമായി കഥകൾ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് ബാലരമ, പൂമ്പാറ്റ എന്നീ ബാലമാസികകളിൽ കഥകൾ എഴുതി. മനോരമ വാരിക, വനിത, മഹിളാരത്നം, ജ്യോതിഷരത്നം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലും മറ്റ് പ്രവാസി മാസികകളിലും കഥകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെയും ഗോവയിലെയും വിവിധ കലാ സാംസ്കാരിക സംഘടനകളിൽ സജീവ അംഗമാണ്. ഏകമകൾ അക്ഷര, മരുമകൻ ഷെറിൽ.